ഞാൻ എവിടേക്കാടാ വരേണ്ടത്? എവിടേക്കാടാ വരേണ്ടത്? ഞാൻ പറയാണ്ണ, പക്ഷെ ആരോടും ഇത് പറയരുത്. അണ്ണ ഒറ്റയ്ക്കേ വരാവുള്ളേ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. അവൾക്കൊരു പോറല്ലെങ്കിൽ ഏറ്റുന്ന ഞാൻ അറിഞ്ഞ റപ്പാന്ന് അരിഞ്ഞ് തള്ളും ഞാൻ എല്ലാ ചെറ്റകളെ. തെറ്റ് ശരിയൊന്നും ആലോചിക്കണ്ട, എല്ലാം ദേവി നോക്കിക്കോളും. പക്ഷെ കാവേരിക്ക് എന്തെങ്കിലും പറ്റിയ അവരാരൊക്കെയാണെങ്കിലും പിന്നെ ഉണ്ടാവരുത്. പോയിട്ട് വാ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാവേരിയുടെ അച്ഛൻ മുല്ലേരി മോഹൻരാജ് ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. കിഡ്നാപ്പ് ചെയ്തവരുടെ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് സിറ്റി കേബിളിലൂടെ കാണാം. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഈ കത്തി നിങ്ങളുടെ തലയിൽ തൊടുന്നതിന് മുമ്പ് മോൾ അങ്ങ് വീട്ടിലെത്തിയിരിക്കും. മോളെ രക്ഷിക്കാൻ പോയിരിക്കുന്ന ആരാണെന്നറിയോ? പുഷ്പയാ. തിരുപ്പതിയിൽ എന്തെങ്കിലും ഓഫർ സെയിൽ നടക്കുന്നുണ്ടോടാ? എന്താടാ? അല്ല, ചേട്ടൻ മുട്ടയടിക്കുന്നു, അതിനോട് അനിയൻ പണവും കൊണ്ടുവരുന്നു. എവിടെയാടാ അവള്? അതെന്താ പുഷ്പണ്ണ, അവൾ അകത്തുണ്ട്. അവളുടെ തലയിൽ ഗണ്ണ് വെച്ചിരിക്കുക. ഇവിടെ പൊട്ടിച്ചാ അവിടെ പൊട്ടും. എടാ പൊലി, ആ ഗണ്ണൊന്ന് പൊട്ടിച്ചടാ. ഇതൊരു സാമ്പിള് കാണിച്ചാണ്. അഭ്യാസം ഇറക്കിയ അവളുടെ തല പൊട്ടിത്തെറിക്കും. പ്രതാപ് റെഡ്ഡിയുടെ അനിയന്റെ മോൻ വെറുതെ കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല. പറ, നിനക്ക് എന്താ വേണ്ടത്? കണ്ടോടാ, പുഷ്പനെല്ലാം കണ്ടുപിടിച്ചല്ലോ. ഓ, ചുമ്മാതാണോ ഇത്ര വലിയ ആളായി പോയത് അല്ലേ? വേറൊന്നും അല്ല അണ്ണ, അന്ന് ഉത്സവത്തിന് പിള്ളേരെ തല്ലിയതിന് ഇവര് ശരിക്കും ഫീലായിരിക്കുക. പണം കൊണ്ട് ചില പ്രശ്നങ്ങൾ തീർന്നാ തന്നെ നാണക്കെട് തീരുവോ? നമ്മളിപ്പോ ഇവനെ തിരിച്ചടിച്ചാ ആ പ്രശ്നം അങ്ങ് തീരില്ലേ? അത് കഴിഞ്ഞ് ഇവനെ പെണ്ണിനെ വിളിച്ചോണ്ട് പൊക്കോട്ടെ, അല്ലേടാ? എന്താടാ ഇവൻ തിരിച്ചടിക്കാത്ത? അണ്ണൻ ആ പെണ്ണിനോട് ഒരുപാട് സ്നേഹമുണ്ടടാ, അതുകൊണ്ടാ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. അണ്ണോ, അന്ന് ഉത്സവത്തിന് ഇവനെ അടിച്ചത് പെൺവേഷത്തിലല്ലേ? ഇപ്പൊ ഇവനെ അടിച്ച വേറെ ആരെയോ അടിക്കുന്ന പോലെ ഒട്ടും ഫീല് വരുന്നില്ലെന്നേ. അതെ. എടാ, അമ്മന്റെ അടുത്ത് പോയാ സാരിയും എടുത്തോണ്ട് വാടാ. എന്താടാ പോകാ? എന്തിനാ വിളിച്ചേ? എന്താടാ ഇതൊക്കെ ഒറിജിനൽ ആണോടാ? എന്താടാ ഒരു ഗൂഢാലോചനയൊക്കെ? നമസ്തേ നമസ്തേ. ആരാ ഇത്? ഈ കോലത്തേക്കുന്ന എന്താ? പുഷ്പ, എന്തിനാടാ ഇങ്ങനെ ചെയ്തേ? ആരോടെ കളിക്കുന്നെന്ന് അറിയോ നിങ്ങക്ക്? മരണത്തിന്റെ തൊട്ടടുത്താണോ പോയി നിൽക്കുന്നത്? പൊട്ടന്മാരെ, സോറിയാണ്, ഈ പിള്ളേർക്ക് അറിയാതെ ഒരു തെറ്റുപറ്റിപ്പോയത്.
സ്റ്റേറ്റ് മൊത്തം പുഷ്പയുടെ കഷ്ടത്തിന് അടിയിലാണാ. ഇങ്ങനെയൊക്കെ ചെയ്ത ജീവനോടെ കാണോടാ നീ. ഇവന് എത്ര ഡേഞ്ചർ ആണെന്ന് അറിയോ നിങ്ങക്ക്? നീയൊക്കെ ചാവാൻ വേണ്ടി ഒരുത്തം കേട്ടോമാരെ. ദമ്മ ഇവന്റെ കൈ മാത്രം കെട്ടിയ ശരിയാവലടാ. നിനക്ക് ഓർമ്മയില്ലേ ഇവനൊന്ന് കാട്ടി വെച്ച് കാണിച്ചതൊക്കെ? ശ്വാസം ഉണ്ടോ? അതിന് കാലും കെട്ടി കൈയും കെട്ടി. ഇനി എന്ത് ചെയ്യാനാ? ഒരിത്തിരി ശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുത്തനെ ബാക്കി വെച്ചേക്കില്ല ഇവൻ. ഒന്ന് അടങ്ങ് പറയട്ടെ. ഇവനെ കൊല്ലാൻ വരട്ടെ. അതിനു മുമ്പ് ഒരു തമാശയൊക്കെ വേണ്ടേ? ഡാ പുലി, അവളെ ഇങ്ങ് കൊണ്ടുപോടാ. എടുത്ത് പൊക്കടാ അവനെ. ഞാൻ പറഞ്ഞില്ലടാ പുഷ്പ, ഇവളെ ഒന്നും ചെയ്തില്ലെന്ന്. അവളെ ഒരു പോറല് പോലും ഏൽപ്പിച്ചിട്ടില്ല. എങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ തന്നെ ഉണ്ട്. ഇവന് വിശ്വാസമായല്ലോ. ആ സാരി ഒന്ന് അഴിച്ചു കൊടുക്കും. അന്നോ അന്ന് ഉത്സവത്തിനുള്ള സാരി അഴിച്ചപ്പോഴല്ലേ ഓൻ വന്ന് നമ്മൾ തല്ലിയത്. ഹുപ്പ് ഹുപ്പെന്നും പറഞ്ഞു. എങ്കിൽ നമുക്ക് ഇപ്പൊ അഴിക്കടാ. അവൻ എന്ത് ചെയ്യുന്നു കാണട്ടെ. ഒന്നും ചെയ്യരുത്. മതിയടാ മുകളിലല്ല ബുധ, താഴോട്ട് പാടുവല്ല ഉണ്ടോന്ന് അവന് ഡൗട്ടുള്ള പോലെ. ഒന്ന് കാണിക്കടാ. അവളുടെ ദേഹത്തൊരു ചെറിയ പോറലുണ്ടായ നീ അരിയോന്നല്ലേ?
കേശവ, ഞാൻ പറഞ്ഞു മനസ്സിലായി നിനക്ക്? മനസ്സിലായി സർ. ഞാൻ ഈ പറയുന്നതൊക്കെ പുഷ്പയ്ക്ക് വേണ്ടിയാ, പുഷ്പയുടെ നല്ലതിന് വേണ്ടി മാത്രം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് അവനെ തടയ്. ഞങ്ങളിവിടെ എത്തി. വാ മോളെ. അവനെന്തെങ്കിലും പച്ച കുഴപ്പമാവും മച്ചാ. മച്ചാ, പറയുന്ന കേൾക്ക് മച്ചാ. മച്ചാ, 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 എന്താ മച്ചാ ഇത്? മച്ചാ, ഒന്ന് വേഗം വേണ്ടിട്ട് പോടാ. സാറേ, ബുക്കാറെട്ടിക്ക് ഒരു കുഴപ്പമില്ല. പ്രതാപ് റെഡ്ഡിയോട് പറ സമാധാനായിട്ടിരിക്കാൻ. എങ്കിൽ നീ ബുക്കന് ഫോൺ കൊടു, പ്രതാപ് റെഡ്ഡി സംസാരിക്കട്ടെ. ബുക്കാറെഡ്ഡി മരിച്ചെന്നാ തോന്നേ. 5 മിനിറ്റ് കഴിഞ്ഞ് നിൽക്കേ. എന്താ പറ്റി? കേശവ, കേശവ, ഞാൻ പറഞ്ഞതല്ലടാ, അവളുടെ ദേഹത്ത് കൈവെക്കാൻ ഞാൻ പറഞ്ഞതല്ലടാ.